പാലക്കാട്ടേക്ക് പോകാം. മണ്ണാർക്കാട് എടത്തനാട്ടുകരയിൽ ജനവാസ മേഖലയിൽ ഒറ്റയാൻ ഇറങ്ങിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ് കാട്ടാനെത്തിയത്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സലാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. സലാം, ഇപ്പോൾ എവിടെയാണ് ഈ ആനയുള്ളത്? അതിനെ തുരത്താനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുണ്ടോ? പ്രദേശവാസികൾ എന്താണ് പറയുന്നത്? കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. ഒരു കൂട്ടം കാട്ടാനകൾ ഈ പ്രദേശത്ത് തമ്പടിക്കുന്നു എന്നുള്ളത് വനംവകുപ്പ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എടത്തനാട്ടുകരയിൽ തിരുവിയാങ്കുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിന് സമീപത്താണ് ആനകൾ തമ്പടിച്ചിരുന്നത്. അങ്ങനെ പിന്നീട് വനംവകുപ്പും ഈ കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിലെ ജീവനക്കാരും പടക്കം പൊട്ടിച്ചുമൊക്കെയാണ് സൈലന്റ് വാലി മേഖലയിലേക്ക് ആനകളെ തുരത്തിയത്. പിന്നീട് ഇന്ന് പുലർച്ചെയാണ് ചില CCTV ദൃശ്യങ്ങളിൽ ഒരു കൊമ്പൻ, അത് മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് മേഖലയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതായി പറയപ്പെടുന്നു. ആ ആനയാണ് പിന്നീട് എടത്തനാട്ടുകര മേഖലയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇവിടെ ഈ ജനവാസ മേഖലയിൽ തന്നെ ആന നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ചില CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ആന ആ മേഖലയിൽ തന്നെയുണ്ട്. എടത്തനാട്ടുകരയിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആനയെ സൈലന്റ് വാലി വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. നാട്ടുകാരുടെ പ്രതികരണം വന്നിട്ടുണ്ടാവുന്ന കാണാം. തൊട്ടടുത്ത ജില്ലയിൽ നിന്ന് വനപാലകരും നാട്ടുകാരും ഓടിച്ചു വിട്ട ആനയുടെ ശല്യം കൂടെ ഇവിടെ നിലനിൽക്കുകയാണ്. സമീപകാലത്താണ് ഒരു വനപാലകന്റെ ജീവൻ വരെ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായത്. ആയതുകൊണ്ട് ആനയെ താൽക്കാലികമായി തുരത്തുന്നത് മാറ്റി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര്, വനപാലകര്, വനത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ജനത്തിന്റെ ജീവനും സ്വത്തിനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഏതാണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഇടപെടലുണ്ടാകുന്നുണ്ട്. പക്ഷേ എന്തായാലും ആനയെ ഈ പ്രദേശത്തേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള ആ ആനയെ മാറ്റാനുള്ള, ഇവിടുന്ന് മാറ്റിക്കാനുള്ള ശ്രദ്ധയുണ്ടാകണം. കാര്യമായ ഇടപെടലുണ്ട്.